ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു Sabila's Diary. നമ്മൾ ഇന്നിവിടെ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും നമ്മുടെ ഈ സവാളയും എല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 തക്കാളി എന്നുള്ളത് എൻ്റെ ഒരു അളവിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. തക്കാളി തീരെ കറിയിൽ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കത് ഒരു തക്കാളിയിൽ ഇട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരു തക്കാളി ഇട്ടാലും മതി. പക്ഷെ ഞാനിവിടെ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും അതേപോലെ 2-3 പച്ചമുളകും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ 1.5 ഗ്ലാസിൻ്റെ അളവിൽ വരുന്ന പുളിവെള്ളമാണ്. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ കറി ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി തിളപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കറിയുടെ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കറി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ആവോലി എന്ന് പറഞ്ഞ മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി മീൻ നമ്മൾ കറിയിലേക്ക് ഇടുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീനാണ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് അധികം നേരം നിങ്ങൾ ഇളക്കാതിരിക്കുക. കറി ഓൾറെഡി തിളച്ച് വന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മസാല നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. ചെറിയ തോതിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഞാനിവിടെ 1 തേങ്ങയുടെ പാല് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ മീൻ ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തേങ്ങയുടെ പാല് ചേർത്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് മാത്രമേ ഇത് തിളപ്പിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്തത്. കാരണം അധികം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ കറി. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ മീനിട്ടതും അതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചതൊക്കെ. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കറിയിലേക്ക് ആവശ്യമുള്ള നമ്മുടെ തൂമിക്ക എന്ന് പറയില്ലേ, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ വേറൊരു പാനിൽ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ടിട്ട് ചെറുതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അതേപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ രീതിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മൾ ഈ കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഫിഷ് കറിയാണ്. ഇനി ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്ര തന്നെ ഉള്ളൂ. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫിഷ് കറി തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം ചോറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളി കോമ്പിനേഷൻ എന്നാണ് ഈ ഒരു ഫിഷ് കറി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ എല്ലാവരും കാണുന്നത് വരേക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക മാസലാമ.